സോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ട്രേഡിംഗ് സീരീസിൻ്റെ ഫിഫ്ത്ത് വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിലാണ് നോക്കുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാറ്റേൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഞാൻ അധികമൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബെയറിഷ് ഹാമർ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ പറയും. പിന്നെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയാൻ കാരണം നമുക്കറിയാം, ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ വാൽനക്ഷത്രം ഇതുപോലെ ഒരു സ്റ്റാർ ആയിരിക്കും, ബാക്കിൽ അതിൻ്റെ ടൈല് കാണും. സെയിം തന്നെയാണ് ഇവിടെയും. ഇതുപോലെ ഒരു അപ്പർ വിക്ക് ഉണ്ടാവും. അപ്പർ വിക്ക് നമുക്കറിയാമല്ലോ, ബയേഴ്സ് പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും, പക്ഷേ ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ സെല്ലേഴ്സ് വന്ന് പുഷ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർ ജസ്റ്റ് ഞാൻ മുമ്പ് ചാനലിൽ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് പോയി കാണുക. അത് കണ്ടിട്ട് ശേഷം മാത്രം ഇത് കാണുക, എങ്കിൽ മാത്രമേ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ലോങ് അപ്പർ വിക്ക് വന്ന ശേഷം ഒരു ചെറിയ ബോഡി വന്നു, പിന്നെ താഴേക്ക് ചെറിയ വിക്ക്. ഇത് ലിറ്റിൽ ഓർ നോ ലോവർ ഷാഡോ, അതായത് താഴേക്കുള്ള ഈ ഒരു വിക്ക് വന്നിട്ട് അതിവിടെ വേണമെന്ന് നിർബന്ധമില്ല, ചെറുതായിട്ട് വന്നാലും ഇതിനെ നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ വന്ന് ഒരു അപ് ട്രെൻഡിൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് പ്രൈസ് റിവേഴ്സൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് ചാൻസ് ആണ്. അതായത് ഇത് ഇവിടെ നിന്ന് അപ് ട്രെൻഡ്, അത് കഴിഞ്ഞിട്ട് ഇത് അപ്പിയർ ആയി കഴിയുമ്പോൾ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും നമുക്ക് ഇനി ചാർട്ടിൽ നോക്കാം. ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ കാണാൻ കഴിയും. അതിലിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത്, അതായത് എൻ്റെ ഈ ഒരു മൗസ് പോയിന്റർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നോക്കുമ്പോൾ ഇത് അവിടെ വന്ന ശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് അവിടെ ബയേഴ്സ് കുറെ കൂടി പവർഫുൾ ആയിരുന്നു, അതുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ കൺസിഡർ ചെയ്ത് താഴേക്ക് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ കണ്ടുടനെ ട്രേഡ് എടുക്കാൻ പാടില്ല. നമ്മൾ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സെയിം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ കഴിയും. ചെറിയ ലോവർ വിക്കൊണ്ട് അത് കാര്യമാക്കണ്ട, ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. അത് വന്ന ശേഷം പ്രൈസ് നല്ല രീതിക്ക് തന്നെ താഴേക്ക് പോയിട്ടുണ്ട്. ഇത് ഏകദേശം ഇതുവരെ താഴേക്ക് പോയിട്ടുണ്ട്. പ്രൈസ് അതിന് ശേഷമാണ് വീണ്ടും റൈസ് ആയത്. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ വീണ്ടും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വന്നു. ബയേഴ്സ് കൊണ്ടുപോകാൻ നോക്കി, പക്ഷേ വീണ്ടും താഴേക്ക് വന്നു. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിട്ട് ഇല്ല, ഇപ്പോൾ വീണ്ടും ജസ്റ്റ് ഇവിടെ നിന്ന് ബുള്ളിഷ് ആവുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ കഴിയും. സോ നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പാറ്റേണിൻ്റെ പേരാണ് ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. അപ്പം നമ്മൾ ഇന്നലെ ബുള്ളിഷ് എൻഗൾഫിംഗ് നോക്കിയായിരുന്നു. സെയിം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബെയറിഷ് എൻഗൾഫിംഗ് വരുന്നത്. അത് ഞാനിപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സെയിം ബുള്ളിഷ് എൻഗൾഫിങ്ങിൽ കണ്ട അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽ പ്രീവിയസ് ആയിട്ട് വന്നു. ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡിയെ ഫുള്ളായിട്ട് അടുത്ത റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി കവർ ചെയ്ത്, ഞാൻ ബോഡി എന്ന് എടുത്ത് പറയുന്നത് വിക്ക്, ഇപ്പോൾ ഇതിൻ്റെ വിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ വിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു, അത് നമുക്ക് അത്ര നന്നായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബോഡി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ബോഡിയെ അടുത്ത റെഡ് ക്യാൻഡിലെ ബോഡി മുഴുവനായിട്ട് എൻഗൾഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് എൻ്റെ ക്ലാസ്സൊക്കെ റെഗുലറായിട്ട് അല്ലെങ്കിൽ ട്രേഡിങ്ങുമായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് മുകളിലാണ്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെയല്ലേ ഓപ്പൺ ആവുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് അങ്ങനെയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് മുകളിൽ ഓപ്പൺ ആയത് എന്നുള്ള ഡൗട്ട് ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും വന്ന് കാണും. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി, ഇവിടെ ക്ലോസ് ആയി. അപ്പം നിങ്ങൾക്കറിയാം, ഇതിപ്പോൾ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണെങ്കിൽ ഇതൊരു ഫസ്റ്റ് സെക്കൻഡ് ഓപ്പൺ ആയി, അടുത്ത 60 സെക്കൻഡിൽ ക്ലോസ് ആയി, എന്നിട്ട് 61st സെക്കൻഡിലാണ് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ 60 സെക്കൻഡിനും 61 സെക്കൻഡിനും ഇടയ്ക്കുള്ള മില്ലി സെക്കൻഡ്സിൽ പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താ, അടുത്ത 1 സെക്കൻഡ് ആവുന്ന സമയത്ത് പ്രൈസ് ഈ ഒരു റേഞ്ചിലായിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പൺ ആവും, അത്രേ ഉള്ളൂ. അതായത് ക്ലോസ് ആയി അടുത്ത് ഓപ്പൺ ആവുന്നതിന് ഇടയ്ക്കുള്ള ഒരു ടൈം, ഒരു മില്ലി സെക്കൻഡ്സിൽ പ്രൈസ് ചേഞ്ച് ആവാം. നല്ലൊരു റാലി ആണെങ്കിൽ പ്രൈസ് ചേഞ്ച് ആവാം. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ഫസ്റ്റ് സെക്കൻഡിൽ പ്രൈസ് എവിടെയാണോ അവിടെ വെച്ച് ക്യാൻഡിൽ നമുക്ക് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എത്രേ ഉള്ളൂ. ഇനി നമുക്കിത് ചാർട്ടിൽ പോയി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാൻ കഴിയും, നമ്മളെന്താ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, അതായത് ഒരു അപ് ട്രെൻഡ് വന്നിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോഡിയെ മൊത്തത്തിൽ എൻഗൾഫ് ചെയ്യുന്നൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ആ ഒരു ഇമേജ് കണ്ട പോലെ തന്നെ ഈ ഒരു പ്രീവിയസ് ഗ്രീനിൻ്റെ ബോഡിയെ മൊത്തത്തിൽ എൻഗൾഫ് ചെയ്തൊരു റെഡ് ക്യാൻഡിലാണ്. അവിടെ നിന്ന് പ്രൈസ് നേരെ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഇമേജ് കണ്ട സമയത്ത് ഇതിൻ്റെ ഓപ്പണിംഗ് കുറച്ച് മുകളിലായിട്ടായിരുന്നു. ഇപ്പോൾ ഓപ്പണിംഗ് ഇതിൻ്റെ മുകളിൽ പോകണമെന്നൊരു നിർബന്ധമില്ല. ഇതിൻ്റെ ബോഡി ഈ ബോഡിക്കകത്ത് വന്നാൽ മാത്രം മതി. ഓക്കെ, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ ബോഡി
ഈ ക്യാൻഡിലിൻ്റെ ബോഡിയുടെ അകത്താവണം, എൻഗൾഫ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ആവാനായിട്ട്. അതിനായിട്ട് നിങ്ങൾ നോക്കുക, പ്രൈസ് ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കുമ്പോൾ പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ താഴേക്ക് പോകണമെന്നില്ല. ഇതൊക്കെ ജസ്റ്റ് കൺഫർമേഷൻസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജി വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു, പ്രൈസ് താഴേക്ക് പോകും എന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ഗസ് അല്ല, നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പ്രൈസ് താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫർമേഷനാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഷോർട്ട് പൊസിഷൻ എടുത്ത് താഴേക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഷോർട്ട് ലോങ് എല്ലാം ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു പിക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡബിൾ ബോട്ടം പറഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡബിൾ ടോപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ വരച്ച പോലെ തന്നെ ഈ വീഡിയോയിൽ ഡബിൾ ടോപ്പ് വരച്ച് കാണിച്ചു തരാം. നമ്മൾ നോക്കുക, പ്രൈസ് ഒരു അപ് ട്രെൻഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു അപ് ട്രെൻഡിൽ വന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ബയേഴ്സ് അല്ല സെല്ലേഴ്സ് വന്നു. താഴെ നമ്മുടെ ബയേഴ്സ് എവിടെ നിന്നാണോ കൊണ്ടുപോയത് ആ ഒരു പോയിന്റ് എത്തിയ സമയത്ത് വീണ്ടും ബയേഴ്സ് എൻ്ററായി. അതുപോലെ തന്നെ മുകളിൽ സെല്ലേഴ്സ് ഏത് പോയിന്റിൽ വെച്ചാണോ എൻ്റർ ചെയ്തത് അവിടെ വെച്ച് വീണ്ടും സെല്ലേഴ്സ് എൻ്റർ ചെയ്തു. പ്രൈസ് വീണ്ടും താഴേക്ക് വന്നു. നിങ്ങൾക്ക് മുകളിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയ ഡബിൾ ബോട്ടം പാറ്റേണിൻ്റെ സെയിം തന്നെയാണ്. ഓക്കെ, അവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡബിൾ ടോപ്പിൻ്റെ അവിടെ ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ താഴെയും ആ ഒരു 3 പോയിൻറ്റ്സ് തമ്മിൽ ഒരു ചെറിയൊരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ പ്രൈസ് റേഞ്ച് ടൂൾ എടുക്കുക. ഈ പ്രൈസ് റേഞ്ച് ടൂളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി നോക്കിയാൽ മതി. പ്രൈസ് റേഞ്ച് ടൂൾ എടുക്കുക. ഇവിടെ നിന്ന് ജസ്റ്റ് എന്താ മുകളിലേക്ക് വരച്ചെടുക്കുക. ഈ ഒരു പോയിന്റ് വരെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ താഴത്തെ ആരോവിൻ്റെ അവിടെ ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഷോർട്ട് പൊസിഷനിൽ എൻട്രി എടുക്കുക. അപ്പോൾ ഈ ഷോർട്ട് സെല്ല് ലോങ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻട്രി എടുക്കേണ്ടത്, റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ എൻട്രി എടുക്കുക. താഴെ ആരോ എവിടെ വരെയാണോ അവിടെ വരെ നമ്മൾ ടാർഗറ്റ് കൊണ്ട് സെറ്റ് ചെയ്യുക. നമ്മുടെ ലോസ് റിസ്ക് റിവാർഡ് ഒരു 1:2 റേഷ്യോയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചാൻസ് മാത്രമാണ്. ഈ ഒരു പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രാറ്റജിയുടെ ഇടയ്ക്ക് ഈ ഒരു പാറ്റേൺ കൂടി ഫോം ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രോബബിലിറ്റി അവിടെ കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പാറ്റേണും ഒരു സ്ട്രാറ്റജിയും ഒരു പാറ്റേൺ 100% ആക്യുറസി തരത്തില്ല, ഒരിക്കലും തരത്തില്ല. അങ്ങനെ തരും എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് വെറും കള്ളത്തരമാണ്. ഒരു ട്രേഡിങ്ങിൽ നിങ്ങൾ ഇനി എത്ര അടിപൊളി സ്ട്രാറ്റജി ആണെങ്കിലും അതൊരു 100% ഉറപ്പായിട്ട് ഒരിക്കലും പോകത്തില്ല. സോ ഇതും അതുപോലൊരു സ്ട്രാറ്റജി തന്നെയാണ്. സ്ട്രാറ്റജി അല്ല, ഇത് അതുപോലെ ഒരു പാറ്റേൺ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ വന്നെന്ന് പറഞ്ഞ് താഴേക്ക് ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. വേറെ സ്ട്രാറ്റജിയുടെ കൂടെ ഈ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി കൂടും, അത്രേ ഉള്ളൂ. സോ ഈ എൻട്രി എടുക്കുന്ന സെറ്റപ്പും ഇതെല്ലാം ഞാൻ വരും വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ചാർട്ടിൽ എങ്ങനെ ഉണ്ടായിരിക്കും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈസ് നല്ല രീതിക്ക് ഒരു ബുള്ളിഷ് റാലി തന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നോക്കുക, നല്ല രീതിക്ക് ഒരു ബുള്ളിഷ് റാലി തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എത്തിയ സമയത്ത് സെല്ലേഴ്സ് എൻ്റർ ചെയ്ത് നമുക്ക് കാണാം. ഇവിടെ വെച്ച് ബയേഴ്സ് വീണ്ടും എൻ്റർ ചെയ്തു, ഇവിടെ വെച്ച് സെല്ലേഴ്സ് വീണ്ടും എൻ്റർ ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ എക്സാക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ആ ഒരു പൊസിഷൻ എത്തിയപ്പോൾ തന്നെ വീണ്ടും സെല്ലേഴ്സ് എൻ്റർ ചെയ്ത് കാണാം. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ചാർട്ടി കിട്ടത്തില്ല. ഇത് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഫ്ലക്ച്വേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇവിടെ ഞാൻ ഇതുവരെ മാർക്ക് ചെയ്തു, ഇവിടെ താഴെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് വരെ മാർക്ക് ചെയ്തു, വീണ്ടും ഇതുവരെ മാർക്ക് ചെയ്തു, വീണ്ടും ഇതുവരെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഓക്കെ, ഇത് നോക്കണ്ട. ഓക്കെ, പ്രൈസ് ഇതുവരെ എത്തിയത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രെൻഡ് ലൈൻ ടൂൾ എടുക്കുക. ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്ന ടൂളാണ്. ആ ടൂൾ എടുത്ത ശേഷം ഈ ഒരു പോയിന്റ് ഇട്ട് മാർക്ക് ചെയ്യുക. ഈ ഒരു മിഡിലെ ആ ഒരു ലൈൻ വരെ മാർക്ക് ചെയ്യുക. ഓക്കെ, അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൈസ് റേഞ്ച് ടൂൾ എടുക്കുക. ഇവിടെ മാർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സെയിം ലെവലാണ്. സോ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ലെവലും ഞാൻ മാർക്ക് ചെയ്തു. കാണാൻ നിങ്ങൾക്ക് ചരിഞ്ഞൊക്കെയാണ് വരുന്നത്, കാരണം പ്രൈസാണ്, ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അതിനുശേഷം ഇവിടെ നിന്ന് പ്രൈസ് റേഞ്ച് ടൂൾ എടുക്കുക. ഈ ഒരു പോയിന്റ് തൊട്ട് താഴെ നമ്മുടെ ഈ ഒരു പോയിന്റ് വരെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിക്ക് തന്നെ നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, റേഞ്ച് കിട്ടി. അതിനെ നമ്മളെടുത്ത് എന്താ ഈ ഒരു ഏരിയയിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വയ്ക്കുക. അതിനുശേഷം ഷോർട്ട് പൊസിഷൻ എടുക്കണം. ഇവിടെ ഷോർട്ട് പൊസിഷൻ എടുത്തു. നമ്മുടെ ടാർഗറ്റ് നമ്മുടെ ഈ ഒരു ഏരിയയിലായിട്ട് വയ്ക്കുക.
എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താ 1:2 റിസ്ക് റിവാർഡ് ഞാൻ പറഞ്ഞായിരുന്നു. 1:2 എന്ന് പറയുമ്പോൾ ഓക്കെ ഏകദേശം ഇവിടെയായിട്ട് വരും. ഓക്കെ, അപ്പോൾ റിസ്ക് റിവാർഡ് സെലക്ട് ചെയ്യുന്നതും ഈ എൻട്രി എടുക്കുന്നതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ചാർട്ടിൽ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു പാറ്റേൺ ഫോം ആയ ശേഷം പ്രൈസ് നല്ല രീതിക്ക് തന്നെ താഴേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ച ഒരു ഹാമർ പാറ്റേൺ ഇവിടെ കാണാൻ കഴിയും. ഒരു ഹാമർ വന്ന് എന്ത് ചെയ്തു, പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയി. ഓക്കെ, അപ്പം ഇതും ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു കൺഫർമേഷൻ മാത്രമാണ്. ഇത് കണ്ടിട്ട് ആരും ഓടിപ്പോയി ട്രേഡ് എടുക്കരുത്. ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക്, അതായത് ലൈവ് മാർക്കറ്റ് നോക്കുന്നതിന് പകരം ബാക്കിലേക്ക് വന്നിട്ട് അവിടെ ഈ ഒരു പാറ്റേൺ ഫോം ആയ സ്ഥലമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ്. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാംസ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഡിലേ വരുന്നത്. പിന്നെ എനിക്കും ചെറുതായിട്ട് സുഖമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.